ഹായ്, നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിൽ എങ്ങനെ സമ്പാദ്യശീലം വളർത്താം എന്നതിനെ പറ്റിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ, ഈ അടുത്ത കാലത്ത് പത്രത്തിലൊരു വാർത്ത വന്നത് നമ്മളിൽ പലരും വായിച്ചിരിക്കും. ആ വാർത്ത എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല. ഒരു കുഞ്ഞ് അവന് വില കൂടിയ കാർ ആവശ്യപ്പെട്ട് അത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്ത അച്ഛൻ്റെ തലയ്ക്കടിച്ച് കുഞ്ഞു കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു ആ വാർത്ത. അപ്പം അതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് അച്ഛൻ അവന് വില കൂടിയ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴാണ് അവൻ കാർ ആവശ്യപ്പെട്ടത്. അപ്പോൾ ആവശ്യപ്പെട്ടു, ആ ആവശ്യം നടന്നില്ല എന്നിരിക്കെ പെട്ടെന്ന് തന്നെ അവൻ റിയാക്ട് ചെയ്യുകയും അത് ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. അപ്പോൾ കുഞ്ഞുങ്ങളിൽ ചെറുപ്പത്തിലെ അവരാവശ്യപ്പെട്ട എന്ത് കാര്യവും വളരെ പെട്ടെന്ന് അവർക്ക് കിട്ടുന്നു എന്നുള്ള ഒരു തോന്നൽ ചെറുപ്പത്തിലേ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ആവശ്യപ്പെടുന്ന ഉടനെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ അക്രമാസക്തരാവാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ അവർ വലുതായി കഴിയുമ്പോൾ അവർക്ക് ശമ്പളം അതുപോലെയുള്ള സമ്പത്തൊക്കെ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ചെറുപ്പത്തിലേ തന്നെ നമുക്ക് ശീലിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മണി സ്പെൻഡിങ് അവൻ പഠിച്ചിരിക്കും. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളത് നമ്മൾ എല്ലാവരും കേട്ടിരിക്കും. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ മനോഹരമായ ഒരു കാഴ്ച കണ്ടു. അച്ഛനും മുത്തശ്ശനും അമ്മയും കുഞ്ഞും എല്ലാവരും കൂടി ചേർന്നിരുന്ന് അവൻ്റെ സമ്പാദ്യക്കുടുക്ക പൊട്ടിച്ചൊരു പിഗ്ഗി ബാങ്ക് അത് പൊട്ടിച്ച് അത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ കുഞ്ഞിനോട് ഇത് എന്തിനുള്ളതാണ് ഈ പൈസ എന്ന് ചോദിച്ചപ്പോൾ അവൻ സന്തോഷത്തോടെ പറഞ്ഞു, എനിക്കൊരു സൈക്കിള് വാങ്ങാനുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. സൈക്കിള് കുഞ്ഞ് ആവശ്യപ്പെട്ടാൽ ഉടനെ തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ സാഹചര്യമുള്ള ഒരു കുടുംബമാണ് അവരുടേത്. പക്ഷേ അവർ അത് ഒരുമിച്ച് വാങ്ങിച്ചു കൊടുക്കാതെ എല്ലാ മാസവും കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ തുക അവന് പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കുകയും ആ പോക്കറ്റ് മണി അവന് സമ്പാദ്യങ്ങൾ എടുത്തു വെക്കാൻ ഒരു പിഗ്ഗി ബാങ്ക് അവൻ്റെ കയ്യിൽ കൊടുക്കുകയും എല്ലാ മാസവും കിട്ടുന്ന പൈസ സൂക്ഷിച്ചു വെച്ച് അവനൊരു സൈക്കിൾ വാങ്ങാനുള്ള ഒരു പൈസ അവൻ സ്വന്തമായി ഉണ്ടാക്കി എന്നുള്ള ഒരു അഭിമാനം അവൻ്റെ മുഖത്ത് കണ്ടു. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ കുഞ്ഞിന് മനസ്സിലാകും നമുക്ക് ഓരോ ആവശ്യങ്ങൾ നമ്മൾക്ക് ഭാവിയിൽ ഉണ്ടാകുമ്പോൾ അതിനു വേണ്ടി ചെറിയ ചെറിയ തുകകൾ ഇതുപോലെ മാറ്റിവെച്ച് അതൊരു സമ്പാദ്യമാകുകയും ആ സമ്പാദ്യം ആയി കഴിഞ്ഞാൽ അവന് അവൻ്റെ ആഗ്രഹങ്ങൾ നടത്താൻ പറ്റുള്ളൂ. അതല്ലാതെ ചോദിച്ച ഉടനെ തന്നെ കിട്ടില്ല എന്നുള്ള ഒരു സന്ദേശം ആ പേരൻറ്റിന് അല്ലെങ്കിൽ ആ മുത്തശ്ശനും മുത്തശ്ശിക്കും ആ കുഞ്ഞിന് കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾക്കും കുഞ്ഞിലേ തന്നെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ പൈസ അവർക്ക് കൊടുക്കുക, അത് അവരുടെ അടുത്ത് തന്നെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറയുക. അവരതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ പൈസകളൊക്കെ ചിലപ്പോൾ ചിലവഴിച്ചു എന്നിരിക്കാം, എങ്കിൽ കൂടി അത് വേണ്ട ആവശ്യവും വേണ്ടാത്ത ആവശ്യങ്ങളും അവനെ മനസ്സിലാക്കി കൊടുക്കാനും ആ പൈസ സമ്പാദിച്ചു വെക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം അനുഭവിക്കാനും അവന് ഭാവിയിൽ വരുന്ന ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് മാറ്റിവെക്കാനും ഉള്ള ഒരു പരിശീലനം അവന് ചെറുപ്പത്തിലെ അവൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നു. അപ്പം ഈ ഒരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾക്ക് ഒരു തോന്നലുണ്ട്, കുഞ്ഞിൻ്റെ കയ്യിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് അനാവശ്യമായിട്ട് ചെലവഴിക്കുമോ അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുമോ എന്നുള്ള ഒരു ചിന്ത എല്ലാ പേരൻറ്റിനുണ്ട്. യഥാർത്ഥത്തിൽ പൈസ അവരുടെ കയ്യിൽ കൊടുത്താൽ മാത്രമാണ് അവർക്ക് എങ്ങനെയാണ് പൈസ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു പാഠം അവർക്ക് പഠിയുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള സമ്പാദ്യങ്ങൾ കൊടുക്കാനും അത് സൂക്ഷിച്ചു വെക്കാനും സൂക്ഷിച്ചു വെച്ച് അവന് ഓരോ ആവശ്യങ്ങളുണ്ടായിരിക്കാം. ഈ പറയുന്ന പോലെ എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ ആവശ്യങ്ങളായിരിക്കും ക്രിക്കറ്റ് ബാറ്റ്, ക്രിക്കറ്റ് ബോള്, സൈക്കിള്, അത് കുറച്ച് വലുതായി കഴിയുമ്പോൾ അത് ഫോണ്, ബൈക്ക്, കാറ് ഇങ്ങനെയുള്ള ആവശ്യങ്ങളിലേക്കെല്ലാം മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ അത് അവരവർ തന്നെ സേവിങ്സ് ഉണ്ടാക്കുകയും അതിൽ കുറച്ച് പൈസ കുറവ് വരുമ്പോൾ അത് നമ്മൾക്ക് അവർക്ക് കടം കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ കുഞ്ഞുങ്ങളെ നല്ല ഒരു സമ്പാദ്യശീലമുള്ള കുഞ്ഞുങ്ങളാക്കി വളർത്താം എന്നുള്ളതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് പിഗ്ഗി ബാങ്ക് നമ്മൾ എല്ലായിടത്തും കാണാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു കൊടുത്ത് എല്ലാ ആഴ്ചകളിലോ അല്ലെങ്കിൽ മാസത്തിലോ അവൻ്റെ കയ്യിലൊരു തുക കൊടുക്കുകയും
ആ തുക അതിൽ നിക്ഷേപിക്കാൻ അവനെ ശീലിപ്പിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ അവൻ്റെ കയ്യിൽ പോക്കറ്റ് മണി കൊടുക്കുമ്പോൾ അത് അവൻ എന്തിനൊക്കെ ചെലവഴിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കാനുള്ള ഒരു ശീലം അവനുണ്ടാക്കുക. അപ്പോൾ അവൻ എന്ത് ചെയ്യും, ഓരോ മാസവും അവന് കിട്ടുന്ന പൈസ അവൻ എന്തിനെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ചെലവഴിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിക്കാതിരിക്കുകയും അവൻ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് വലിയ ഒരു കുഞ്ഞാകുമ്പോൾ അവനൊരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകളും പല ബാങ്കുകളും നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ അവർക്കൊരു ATM കാർഡ് ഒക്കെ അവർക്ക് കിട്ടുന്നു. അപ്പോൾ ആ കാർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പൈസ എടുക്കാനും അതുപോലെ ഇടയ്ക്ക് ബാങ്ക് പോയിട്ട് അവർക്ക് പൈസ നിക്ഷേപിക്കാനും ഒക്കെ ഉള്ള ഒരു ശീലം അവർക്കുണ്ടാകുന്നു. അതേപോലെ തന്നെ അവരിൽ സമ്പാദ്യശീലം, അതായത് ഏണിംഗ് കപ്പാസിറ്റി വളർത്താനും നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ വീട്ടിൽ കാറൊക്കെ കഴുകാൻ മക്കളോട് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ മോനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരത് ചെയ്യാറുണ്ട്. അവർക്കത് ഇഷ്ടമുള്ള കാര്യമാണ് കാറൊക്കെ കഴുകുക എന്ന് പറഞ്ഞാൽ. നല്ല ഭംഗിയായിട്ട് കാറൊക്കെ കഴുകി തരും. അപ്പോൾ അങ്ങനെ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു തുക അവർക്ക് കൊടുക്കുക. 100 രൂപയോ അല്ലെങ്കിൽ 150 രൂപയോ ഒക്കെ നമ്മൾ അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനം ചിലപ്പോൾ അവർ വാങ്ങിച്ചെന്നിരിക്കാം. ചിലപ്പോൾ ഐസ്ക്രീമോ അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം അവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കി പൈസ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ പിഗ്ഗി ബാങ്കിൽ നിക്ഷേപിക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് വരും. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മളുടെ നിത്യം നമ്മുടെ വീടുകളിൽ ഇതുപോലെ പൂച്ചട്ടികൾ നിറയ്ക്കാൻ, ചെടികൾ നനയ്ക്കാൻ, ഇങ്ങനെയുള്ള കുറച്ച് സമയം ചെലവഴിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ അവരെ പങ്കാളികളാക്കി കഴിഞ്ഞാൽ അവർക്കതൊരു മാനസിക ആരോഗ്യവും ഒരു ശാരീരിക ആരോഗ്യവും ഇത്തരം കാര്യങ്ങൾ വീടുകളിൽ ചെയ്യാനുള്ള ഒരു ശീലവും അവരിൽ വളരുകയും അവർക്ക് നമ്മൾ എന്തെങ്കിലും സന്തോഷത്തിന് വേണ്ടി ചെറിയ തുകകൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ജോലി ചെയ്ത് സമ്പാദിക്കാൻ പറ്റും, എത്രത്തോളം ജോലി ചെയ്ത് അത്രത്തോളം പൈസ സമ്പാദിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടായി. ഞാനിത് വീട്ടിൽ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഓരോ ജോലികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ജോലികൾ ചെയ്യുമ്പോൾ അവർക്ക് ചെറിയ തുകകൾ കൊടുക്കാം. പിന്നെ അവരുടെ മനസ്സിൽ ഭാവിയെ പറ്റിയിട്ട് ഗോളുകൾ സെറ്റ് ചെയ്യുക. അതായത് നിനക്ക് കുറച്ച് വലുതായി കഴിഞ്ഞാൽ നിനക്ക് ഇന്ന സാധനം വാങ്ങിക്കാം, അല്ലെങ്കിൽ നിന്നെ ഇന്ന സ്ഥലത്ത് യാത്ര കൊണ്ടുപോകാം. ഇതുപോലെയുള്ള ഓരോ ഗോളുകൾ അവരെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിക്കും. അതിനുവേണ്ടി പൈസ സമ്പാദിപ്പിക്കാൻ അവരെ ശീലിപ്പിക്കുകയും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ പൈസ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വരുമ്പോൾ അവർക്കത് വേണ്ട കാര്യത്തിന് മാത്രം ചെലവഴിക്കാനും വേണ്ടാത്ത കാര്യങ്ങൾ നോ എന്ന് പറയാനും കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലേ തന്നെ പഠിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ തുക, അതായത് ഇപ്പോൾ അവൻ്റെ പിഗ്ഗി ബാങ്ക് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ 900 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാലൻസ് വരുന്ന ഒരു 1000 തുക അവർക്ക് അതിൽ കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ബാലൻസ് തുക അവർക്ക് ലോണായിട്ട് നമുക്ക് കൊടുക്കാം. കാരണം കുറേ കഴിയുമ്പോൾ അവൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ നമുക്കത് തിരിച്ചു തരണം. അതായത് നമ്മളുടെ ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ലോൺ എടുക്കാനും ലോൺ തിരിച്ചടയ്ക്കാനും ഒക്കെയുള്ള ശീലങ്ങൾ നമുക്ക് അവരിൽ വരുത്താം. അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളിൽ നമ്മൾ ഒരു സമ്പാദ്യശീലം വളർത്തി കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ അവർക്ക് പൈസ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നും ആ പൈസ ഉപയോഗിച്ച് ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ അത് കരുതലോടെ സേവ് ചെയ്യാം എന്നൊക്കെ പഠിപ്പിക്കുന്നു. കുറച്ചും കൂടി വലിയ കുട്ടികളായി കഴിഞ്ഞാൽ ഒരു 18 വയസ്സ് അതല്ലെങ്കിൽ ഒരു 19 വയസ്സ് ആയിക്കഴിഞ്ഞാൽ അവരെ നിക്ഷേപങ്ങൾ, നല്ല നല്ല നിക്ഷേപ മാർഗങ്ങൾ അവരെ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ കഴിയുമ്പോൾ അവർ തന്നെ കണ്ടുപിടിക്കുകയും അവർ തന്നെ അവരുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും അവർ തന്നെ തുടങ്ങുന്നു. അപ്പോൾ ചെറിയ പ്രായത്തിലേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ നല്ലൊരു സമ്പാദ്യശീലമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരാനും പറ്റുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇതോടൊപ്പം തന്നെ അവർക്ക് എന്താണ് വാണ്ട്, എന്താണ് നീഡ്, ഇത്തരം കാര്യങ്ങളും അവർക്ക് പഠിപ്പിക്കണം. അതായത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായി വരുന്ന കാര്യങ്ങൾ, എന്താണ് അനാവശ്യമായി വരുന്ന കാര്യങ്ങൾ എന്ന കാര്യങ്ങൾ, അതായത് ഭാവിയിൽ വരുന്ന ലക്ഷ്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ പരിശീലിപ്പിക്കാനായിട്ട് ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പറ്റും. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണും അവിടെ 18 വയസ്സായ കുഞ്ഞുങ്ങളെല്ലാം അവരുടെ ഒഴിവ് ദിവസങ്ങളിൽ അവർ ഹോട്ടലിലോ അതേപോലെ
അതേപോലെ തന്നെ എന്താ പറയുക സ്റ്റോറുകളിലോ അതേപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ പോയിട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതും ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് അവർ പിന്നെ യാത്രകൾ പോകുന്നതും ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നടത്തുന്നതും എല്ലാം വലിയ വലിയ മറ്റു രാജ്യങ്ങളിൽ US, കാനഡ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ ജോലിക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ജോലി ചെയ്ത് എന്തെങ്കിലും പൈസ സമ്പാദിക്കുന്നതിനോടോ ഒക്കെ നമ്മളുടെ പ്രത്യേകിച്ച് മലയാളി മൈൻഡിന് അത് താല്പര്യമില്ല. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് ഒരിക്കലും മോശമല്ല. അത് അവരുടെ ഏണിംഗ് കപ്പാസിറ്റി, അവർ ജോലി ചെയ്യാൻ അവർക്ക് എല്ലാ ജോലിയും മാന്യതയുള്ളതാണ് എന്ന് മനസ്സിലാക്കാനും അധ്വാനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഭാവിയിലുള്ള ലക്ഷ്യങ്ങൾ നേടാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്ത അവരിൽ വളർത്താനായിട്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് സാധിക്കും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വളരുമ്പോൾ നല്ല ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവാനായിട്ട് ഓരോ പേരൻറ്റും ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.